ഈ കാണുന്ന ചെറിയ കയ്യാണിത്തോട്ടിൽ നമ്മൾ വരാലിനെ പിടിക്കാൻ വന്നേക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഉള്ള സ്ഥലമാണ്. കറുപ്പും വരാലും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ വലിയ തോടൊന്നുമല്ല കേട്ടോ, ചെറിയൊരു കുഴി പോലത്തെ സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പായലും കയറി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ഉടക്കം ഉണ്ടാവും, മടക്കലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ കീരനെ കോർത്ത് ചൂണ്ടിട്ടുണ്ട് കേട്ടോ മടലിൻ്റെ അടുത്ത്. അപ്പോൾ അത്യാവശ്യം മീനുണ്ടെങ്കിൽ നോക്കാം, നമുക്ക് അടിക്കുമെന്ന് നോക്കാം. അപ്പോൾ കീരൻ അവിടെ കിടന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മിക്കവാറും മീൻ അടിക്കായിരിക്കും. എന്തെങ്കിലും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരാലാണ്. അപ്പോൾ ഇത് കണ്ടോ, ആ അടിപൊളി ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നല്ല പിടക്കലാട്ടോ അവൻ. കീരനെ ഇട്ട് കഴിഞ്ഞാൽ വരാലാണ് കൂടുതലും കിട്ടുന്നത്. പിന്നെ ചെറുമീനുള്ള സ്ഥലമാണ്, ചെറുമീൻ കിട്ടും. പിന്നെ നല്ല ഹെവി സൈസ് കറുപ്പ് ഉണ്ടെങ്കിൽ അവരെയും കിട്ടും. ബാക്കി വേറെ മീനൊന്നും കൊത്തൂല കേട്ടോ കീരനിൽ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് വരാൽ കിട്ടിയിട്ടുണ്ട്. നാടൻ വരാലാട്ടോ, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അവൻ്റെ വയറിൻ്റെ അടി സൈഡിലൊക്കെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പുറത്തെ തോട്ടിലൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരാലാട്ടോ. അതിൻ്റെ അടിവശം നല്ല വെളുത്തായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര സൈസും ഉണ്ടാവും. അപ്പോൾ വീന വരാലും നാടൻ വരാലും തിരിച്ചറിയാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അതാട്ടോ, വയറിൻ്റെ അടിവശത്തെ കളർ നോക്കി അറിയാൻ പറ്റും. പിന്നെ സൈസ് നോക്കിയാലും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത സൈസ് മീനാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ജാതിത്തോട്ടത്തിൻ്റെയും തെങ്ങുന്തോപ്പിൻ്റെ ഉള്ളിലുള്ളൊരു കയ്യാണി പോലത്തെ ഒരു കാനയാട്ടോ ഇത്. അത്യാവശ്യം മീനൊക്കെ ഉണ്ട്. നമ്മളെല്ലാ വർഷവും ഇവിടെ നിന്ന് മീൻ പിടിക്കാറുള്ള കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കത് അടുത്ത തീറ്റങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇപ്പോൾ വെള്ളം കയറി കിടക്കണതുകൊണ്ട് നമുക്ക് കീരനൊക്കെ കുറവാണ്. ആകെ എന്തോ നമുക്കൊരു 5 കീരനാണ് കിട്ടിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തോരം മീൻ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ അതേ കീരനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കീരൻ പായലിൻ്റെ മേളിൽ കിടന്ന് ഇങ്ങനെ പയ്യെ പയ്യെ പിടയ്ക്കും. അപ്പോൾ അത് കണ്ടാണ് വരാലടിക്കണത്. അനക്കമുള്ള സ്ഥലത്ത് വന്ന് മീനിങ്ങനെ തീറ്റയാന്ന് വിചാരിച്ച് വെട്ടിയെടുക്കും. വേണ്ട, മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. മീൻ അടിച്ച് പയ്യെ കുറച്ച് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കയറില്ല. അപ്പോൾ ഈ അടുത്ത വരാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏറെക്കുറെ കുറച്ച് വലിയ സൈസൊന്നുമില്ല, ആദ്യം കിട്ടിയതിൻ്റെ അത്ര തന്നെ കേട്ടോ സൈസുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, ഏതായാലും നല്ലപോലെ തന്നെ ഹുക്കായിട്ടുണ്ട് കേട്ടോ. അത് നാടൻ വരാൽ തന്നെയാണ്. നല്ല പിടക്കലാട്ടോ വരാൽ. പിന്നെ നല്ല ടേസ്റ്റുള്ള മീനാണ്, വറുത്താലും കറി വെച്ചാലും നല്ല രുചിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാടൻ വരാൽ വളരെ കുറവാട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കയ്യാണികളുടെ ഉള്ളിലൊക്കെയാണ് നാടൻ വരാൽ ഉണ്ടാവുള്ളൂ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാലൊന്നും ഉണ്ടാവില്ല. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം 2 വരാലാണ് കിട്ടിയേക്കണത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ബൈ.